സംസ്ഥാന മുഖ്യമന്ത്രി വി.ഡി. സതീശനും ദിവംഗതനായ സിനിമാ നടൻ സലീം കുമാറും തമ്മിലുള്ള ആത്മബന്ധം നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും അഗാധമാണ്. അദ്ദേഹത്തിന് വി.ഡി. സതീശന് പരവൂർ സ്വീകരണം കൊടുത്തപ്പം സലീം കുമാറിൻ്റെ പ്രസംഗം നമ്മൾ കേട്ടു. അതിനുശേഷം വി.ഡി. സതീശൻ്റെ തൊട്ടടുത്ത സീറ്റിലിരുന്ന അദ്ദേഹം വി.ഡി. സതീശനുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിട്ട് ജീവിതത്തോട് യാത്ര പറഞ്ഞതായിട്ടാണ് മനസ്സിലാകുന്നത്. വി.ഡി. സതീശൻ അത് വളരെയധികം വേദനപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിട്ട് സലീം കുമാർ പറഞ്ഞു, എനിക്കെല്ലാം പൂർത്തിയായതുപോലെ തോന്നുന്നു എന്ന്. അദ്ദേഹത്തിൻ്റെ രോഗം ഒക്കെ മലയാളിക്കൊക്കെ എല്ലാം അറിയാം. അദ്ദേഹം 2012 വർഷം 10-12 വർഷം മുമ്പ് അദ്ദേഹത്തിന് ക്യാൻസർ രോഗബാധയുണ്ടായി. അദ്ദേഹം അത് ഒളിച്ചു വെക്കാൻ ശ്രമിച്ചു. അതിനുശേഷം ക്യാൻസർ രോഗം മൂലം ആണ് അദ്ദേഹം മരണമടഞ്ഞത്. പക്ഷേ വി.ഡി. സതീശൻ എന്ന മനുഷ്യസ്നേഹിയുമായിട്ട് ആത്മബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു സലീം കുമാർ. രണ്ടുപേരും പറവൂരുകാരാണ്. വി.ഡി. സതീശൻ്റെ ആ പരവൂരിൽ ഇദ്ദേഹം മരിച്ചതറിഞ്ഞ് അവിടെ ഓടിയെത്തിയത് നമ്മൾ കണ്ടു. സലീം കുമാറിൻ്റെ മരണസമയത്ത് അദ്ദേഹം ഓടിയെത്തുകയും അതിനുശേഷം ആ കർമ്മങ്ങൾ നടക്കുന്ന സമയത്തും അദ്ദേഹം കുടുംബക്കാർന്നവരെ പോലെ വി.ഡി. സതീശൻ അവിടെ നിന്ന് അതെല്ലാം നിയന്ത്രിക്കുന്നതും ശഹദാവത്തിന് ശേഷമാണ് അവിടുന്ന് അദ്ദേഹം പോയത്. ഇവർ തമ്മിലുള്ള ആത്മബന്ധം വർഷങ്ങളായിട്ടുള്ളതാണ്. 2011 മന്ത്രിയാകാനുള്ള ഒരവസരം വി.ഡി. സതീശന് വന്നു. അതിവിടുത്തെ രാഷ്ട്രീയക്കാർ തട്ടിത്തെറിപ്പിച്ചു. ആ അവസരം നഷ്ടപ്പെട്ടതോടുകൂടി സലീം കുമാർ തൻ്റെ വീട്ടിൽ പോയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു എന്നാണ് പിന്നീട് മനസ്സിലായത്. ഉറച്ച ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയായിരുന്നു സലീം കുമാർ. ഒരു മാറ്റവും ഇല്ല. സിനിമാ വേദിയിലായാലും പൊതുരംഗത്തായാലും ശരി, രാഷ്ട്രീയ വേദിയിലായാലും ശരി, ഒരു ഉറച്ച കോൺഗ്രസ്സുകാരൻ നിന്ന് വിളിച്ചു പറയുന്നതിന് അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. അതുപോലെ തന്നെ ഒരു ഉറച്ച കോൺഗ്രസ്സുകാരനായിട്ട് തന്നെയാണ് വി.ഡി. സതീശനെ നമ്മൾ കണ്ടിരിക്കുന്നത്. അവർ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിൻ്റെ സ്വീകരണം അവിടെ കൊടുത്തത്. ആ സന്ദർഭത്തിൽ അടുത്തിരുന്ന് കൈപിടിച്ച വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും മലയാള സിനിമയിലെ നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിലെല്ലാം ആ അനശ്വര നടൻ്റെ അദ്ദേഹത്തിൻ്റെ നർമ്മം നമ്മളെല്ലാം ആസ്വദിക്കും. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒന്നിച്ചിരുന്ന് അദ്ദേഹത്തിൻ്റെ സിനിമ കാണും. സഭ്യമായ ഭാഷയിലും അദ്ദേഹം നർമ്മങ്ങൾ വിതറും. കുടുംബത്തിലൊരു അംഗത്തെ പോലെ നമുക്ക് അദ്ദേഹത്തിനോട് തോന്നും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, സംസാരം, അദ്ദേഹത്തിൻ്റെ സ്നേഹവായ്പ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ കുടുംബത്തിലൊരു അംഗം നഷ്ടപ്പെട്ടതായിട്ട് മലയാളികൾക്ക് തോന്നും. മുഖ്യമന്ത്രിയും അദ്ദേഹം തമ്മിലുള്ള ആത്മബന്ധങ്ങൾ വളരെ വർഷങ്ങളായിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് തീർച്ചയായിട്ടും വളരെയധികം വിഷമിപ്പിച്ച് വി.ഡി. സതീശന്. കൈപിടിച്ച് തൻ്റെ അടുത്തിരുന്ന് അദ്ദേഹം ഒരു ജ്യേഷ്ഠനെ പോലെ പറഞ്ഞു, ഞാൻ കടന്നു പോകാൻ സമയമായി, എല്ലാ പ്രവൃത്തികളും പൂർത്തിയാക്കിയെന്ന്. വി.ഡി. സതീശന് തീർച്ചയായിട്ടും വളരെ ഷോക്കിംഗ് ആയിരുന്നു ആ സംസാരം. അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിട്ടാണ് സലീം കുമാർ യാത്ര പറഞ്ഞത്. വളരെ സങ്കടകരമായ ഒരു നിമിഷം തന്നെയായിരുന്നു അത്. മലയാളത്തിലെ അനശ്വരമായ നടന്മാർ നമുക്ക് പലരുമുണ്ട്. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല റേഞ്ചുള്ള ഒരു നടൻ തന്നെയായിരുന്നു നമുക്ക് നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ആദാമിൻ്റെ മകൻ അബു എന്ന ഒരൊറ്റ സിനിമ മതി ഇന്ത്യയിലെ ഏറ്റവും ഉന്നതനായ ഒരു നടനെന്ന് നമ്മൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഓരോ ഷോട്ട് കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ റേഞ്ച് എത്ര ഡീപ്പായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാവും. നമുക്ക് അതുപോലെ മലയാളത്തിൽ ഓർക്കുന്ന 2 നടന്മാരുണ്ട്.
ഒന്ന് സത്യനാണ്, മറ്റൊന്ന് കൊട്ടാരക്കര ശ്രീധരൻ നായർ. ഇവർ രണ്ടുപേരുടെയും ചെമ്മീൻ്റെ അഭിനയം, അതുപോലെ തന്നെ ഓടയിൽ നിന്നൊക്കെ സത്യൻ്റെ അഭിനയങ്ങൾ, സത്യൻ്റെ എല്ലാ സിനിമകളും ആ ഓരോ ഫ്രെയിമും ആ മുഖത്തുണ്ടാകുന്ന ഭാഗപ്രകടനങ്ങൾ ഇന്ത്യയിലെ സത്യൻ്റെ ഒപ്പം നിന്നൊന്നോ അല്ലെ അല്പം താഴെ നിൽക്കുന്ന ഒരാൾ ഉത്തം കുമാർ തന്നെയാണ്. ബംഗാളിലെ ഏറ്റവും വലിയ നടനും ഇന്ത്യയിലെ ഏറ്റവും വലിയ നടൻ എല്ലാവരും പ്രകീർത്തിക്കുന്നെങ്കിലും സത്യൻ്റെ ആ സിനിമയിലെ ഓരോ ഷോട്ടും അതേ നിമിഷത്തിലുള്ള ഉത്തം കുമാറിൻ്റെ ഷോട്ടുകളും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സത്യൻ്റെ അടുത്തെങ്ങും ഉത്തം കുമാർ എത്തില്ല. ഇന്ത്യയിലെ എല്ലാ സിനിമാ പ്രേമികളും സത്യൻ്റെ ആ ഓരോ അഭിനയ നിമിഷങ്ങളും പഠിക്കുകയും സിനിമയുടെ താല്പര്യമുള്ളവരും ഒക്കെ അത് പഠിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ രീതിയിലുള്ള ഒരു കഥാപാത്രത്തിനെ നമുക്ക് സംഭാവന ചെയ്തിട്ടാണ് സലീം കുമാർ പിരിഞ്ഞു പോയത്. ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമയെ അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഭരത അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. കാരണം ആ ഒറ്റ സിനിമയിൽ തന്നെ അദ്ദേഹം ഇന്ന് വരെ മലയാളിയെ ചിരിപ്പിച്ചിരുന്ന വ്യക്തി ഈ റേഞ്ചിലേക്ക് പോകുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ല, വിശ്വസിച്ചില്ല. ആദാമിൻ്റെ മകൻ അബു, അതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ആ ഒരു കാര്യത്തിൽ ഇദ്ദേഹത്തിന് ഇത്ര മികവുറ്റ അഭിനയം കാഴ്ചവെക്കാം, ഇത്ര റേഞ്ചുള്ളൊരു നടനാണ് എന്ന് മനസ്സിലാക്കിയ അവർ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ആദാമിൻ്റെ മകൻ അബുവിൽ ഉപയോഗിച്ചു. അത് തീർച്ചയായിട്ടും ഭരത അവാർഡ് വരെ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. എന്തായാലും മലയാളികളെ സ്നേഹിച്ച, മലയാളികളെ മതരാഷ്ട്രീയ ഭേദമന്യേ സ്നേഹിച്ച സലീം കുമാർ നമ്മളിൽ നിന്ന് വിട്ടുപോയി. അതിൽ ഏറ്റവും വലിയ നഷ്ടം മുഖ്യമന്ത്രിക്കായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഓരോ സ്ഥാനങ്ങളും നഷ്ടപ്പെടുമ്പം വീട്ടിലിരുന്ന് തേങ്ങിയ മനുഷ്യനാണ്. അതോടൊപ്പം മുഖ്യമന്ത്രിയായെന്ന് അറിഞ്ഞപ്പം തന്നെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷങ്ങളാണ്. ആ നിമിഷം പങ്കുവെക്കുകയും ചെയ്തു. എനിക്ക് ആ വാർത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിട്ട് എനിക്ക് പിരിയാൻ സമയമായി എന്നുള്ള രീതിയിലാണ് ആ ആത്മഹത്യത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ആ സ്റ്റേജിലിരുന്ന് ഇനി തമ്മിൽ കാണാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ശാരീരിക അവശതകളും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പോക്കെങ്ങോട്ടാണെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം വി.ഡി. സതീശൻ്റെ കൈ പിടിച്ച് അദ്ദേഹം യാത്ര പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്.